ബിജെപിയെ സംബന്ധിച്ച് ചരിത്ര ദിനമാണ് ഇന്ന്. രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഒപ്പം 6 ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി ചുമതല ഏറ്റെടുത്ത സാഹചര്യം. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. അധികായരായ ക്യാബിനറ്റ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ബി.ജെ.പി. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. രേഖാ ഗുപ്ത സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഈശ്വരനാമത്തിലാണ്. മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിക്ക് പിറകെയും ക്യാബിനറ്റ് മന്ത്രിമാർ മജീന്ദ്ര സിർസ, ഒപ്പം ആശിഷ് സൂദ്, പങ്കജ് മിശ്ര സിംഗ്, രവീന്ദ്ര സിംഗ്, കപിൽ മിശ്ര, പർവേഷ് വർമ്മ എന്നിവർ ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ബി.ജെ.പി. എൻ.ഡി.എ സർക്കാരുകളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ, സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ, വ്യവസായ പ്രമുഖർ, കൂടാതെ അതിലുപരി ആയിരക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളെയും സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. 27 വർഷത്തിന് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് നിയമസഭ ഭരിക്കാൻ ബി.ജെ.പിക്ക് അവസരം ലഭിക്കുന്നത്. ആ വേളയിൽ വനിതാ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അതിശക്തയായ നേതാവ്, കഴിഞ്ഞ നാളുകളിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ജനപിന്തുണ നേടിയെടുത്തിട്ടുള്ള രേഖാ ഗുപ്തയാണ് ഷാലിമാർ മാർഗ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 29,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടുള്ള രേഖാ ഗുപ്തയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി.ജെ.പി. തെരഞ്ഞെടുത്തിട്ടുള്ളത്. 12 മണിയോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു. ഡൽഹിയെ സംബന്ധിച്ചൊരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു, പുതിയ രാഷ്ട്രീയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനാകും. കാരണം ആശയപരമായി എതിർചേരികളിൽ തീർത്തും വൈരുദ്ധ്യാത്മകമായി നിന്നിരുന്ന ആം ആദ്മി ഭരിച്ച കഴിഞ്ഞ 10 വർഷം അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും തലതിരിച്ച നയങ്ങളാണ് ആം ആദ്മി ഡൽഹിയിൽ നടപ്പിലാക്കിയതെന്നും അതിനെ രൂക്ഷമായി എതിർത്തുകൊണ്ടുമാണ് ബി.ജെ.പി. പ്രചാരണം നയിച്ചിരുന്നത്. ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരം നിയമസഭാ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം ഏത് രീതിയിലാണോ നടത്തുക, അതിന് സമാനമായ ഒരു സ്ട്രാറ്റജിയിലേക്ക്, അതിന് സമാനമായ ഒരു അന്തരീക്ഷം രാജ്യ തലസ്ഥാനത്ത് കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു ബി.ജെ.പി. ഡൽഹിയിൽ നടത്തിയത്. അതിന്റെ ഫലമായി 8 നിന്ന് 48 സീറ്റുകളിലേക്ക് ബി.ജെ.പി. എത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80-അംഗ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 8 സീറ്റുകൾ മാത്രമായിരുന്നു ബി.ജെ.പിക്ക് നേടാൻ സാധിച്ചത്. 5 വർഷം പിന്നിടുമ്പോൾ ആ 8-ൽ നിന്ന് 48-ലേക്ക് ബി.ജെ.പി. എത്തുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആം ആദ്മി സർക്കാർ നടത്തിയിട്ടുള്ള അഴിമതി കഥകളിലെ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടും ഒപ്പം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമാണ് രാജ്യ തലസ്ഥാനത്ത് വലിയ വിജയത്തിലേക്ക് എത്താൻ ബി.ജെ.പിയെ പ്രാപ്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിൽ 3 ഘട്ടങ്ങളിലായി പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുക എന്ന കർത്തവ്യമായിരിക്കും, അതിന്റെ നടപടികളിലേക്കായിരിക്കും രേഖാ ഗുപ്ത സർക്കാർ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ കടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പ്രാഥമിക നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. യമുനയിൽ മലിനീകരണം നീക്കുന്നതിന്, യമുനയിലെ ജലമലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുൻപേ തന്നെ ആരംഭിച്ചു. അത്തരത്തിൽ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഡൽഹി കടക്കും. ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതിന് അതിന്റെ ചടങ്ങുകൾക്കായിരുന്നു അല്പസമയങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ ജനസാഗരത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട്
വെച്ചുകൊണ്ട് അധികാരമേറ്റു. പ്രധാനമന്ത്രിക്ക് പുറമെ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ബിജെപിയുടെ ദേശീയ അധ്യക്ഷനും മുതിർന്ന കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള JP നദ്ദ, ആന്ധ്രാപ്രദേശിൽ നിന്ന് ചന്ദ്രബാബു നായിഡു, പവൻ കല്യാൺ, കൂടാതെ ഗോവ മുഖ്യമന്ത്രി, വിവിധ സംസ്ഥാനങ്ങളിൽ BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ തുടങ്ങി വലിയ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ നടന്നു. രേഖാ ഗുപ്തയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 1992 അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് രേഖാ ഗുപ്ത തന്റെ പൊതുജീവിതം അല്ലെങ്കിൽ പൊതു രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. ആ സമയം മുതൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ശക്തയായ വനിതാ നേതാവ് എന്ന പ്രതിച്ഛായ ഉണ്ടാക്കാൻ രേഖാ ഗുപ്തയ്ക്ക് സാധിച്ചു. ഒപ്പം ജനപിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ABVPയിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം കോളേജിലെ യൂണിയൻ സെക്രട്ടറി, പിന്നീട് 1996 ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ സെക്രട്ടറി, 97 ഡൽഹി സർവകലാശാലയുടെ യൂണിയൻ പ്രസിഡന്റ്, 2003 യുവമോർച്ചയുടെ ജിഷ്ണു തുടരുക. ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗൗതം, പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ചുമതല ഏറ്റെടുക്കുന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് കഴിഞ്ഞുപോയത്. ഒപ്പം 6 ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ആദ്യമായാണ് രേഖാ ഗുപ്ത MLA ആകുന്നത്. ആദ്യമായി MLA ആയ ആ ടൈമിൽ തന്നെ മുഖ്യമന്ത്രി എന്ന വലിയ ചുമതലയിലേക്ക്, വലിയ ദൗത്യത്തിലേക്ക് രേഖാ ഗുപ്ത നടന്നെടുത്തിരിക്കുകയാണ്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. സുഷമ സ്വരാജിന് ശേഷം ഡൽഹി കണ്ട ഏറ്റവും അതിശക്തയായ വനിതാ സാന്നിധ്യം വനിതാ നേതാവ് എന്ന് രേഖാ ഗുപ്തയെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തെല്ലാമാണ് ഇനി ഡൽഹി പ്രതീക്ഷിക്കുന്നത്? നീലിമ, രാജ്യതലസ്ഥാനത്തെ നിവാസികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഭരണമാറ്റം. കാരണം 15 വർഷക്കാലം കോൺഗ്രസ് ഭരണവും ഷീലാ ദീക്ഷിത്തിന്റെ ഭരണവും അതിനുശേഷം അരവിന്ദ് കെജ്രിവാളും അതീഷിയും ഒക്കെ വന്ന AAPയുടെ ഭരണവുമാണ് ഏതാണ്ട് 27 വർഷക്കാലം രാജ്യത്ത് നിലനിന്നതെങ്കിൽ അതിലൊരു മാറ്റം, അതായത് ഡൽഹിക്ക് കാര്യമായ ഒരു പുരോഗതി ഉണ്ടായില്ല എന്ന വലിയ വികാരം രാജ്യതലസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടതിനെ തുടർന്നാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു ഭരണമാറ്റം രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനാൽ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ കരുത്ത് അല്ലെങ്കിൽ അതിൽ അത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഒപ്പം ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നു എന്നതാണ് ഏറെ സവിശേഷമായ ഘടകം എന്നുള്ളത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും ഒപ്പം നമ്മുടെ രാജ്യത്തെ തന്നെ 18ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ്. BJPയുടെ 5ാമത്തെ വനിതാ മുഖ്യമന്ത്രി. അങ്ങനെ നിരവധി സവിശേഷതകൾ രേഖാ ഗുപ്തയ്ക്കുണ്ട്. ഒപ്പം വളരെ താഴെ തട്ടിൽ നിന്നും, പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ ബൂത്ത് തലം മുതൽ തന്നെ പ്രവർത്തിച്ച് കോർപ്പറേഷണൽ കൗൺസിലറായും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ഒരു വിദ്യാർത്ഥി നേതാവായും DUവിന്റെ പ്രസിഡന്റായും ഒക്കെ വന്ന് അങ്ങനെ താഴെ തട്ടിൽ നിന്നും വളർന്നു വന്ന് പൊതുസമൂഹത്തിനിടയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നേതാവ് ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഡൽഹി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. എന്തായാലും രാംലീല മൈതാനിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈതാനത്ത് നിന്ന് മടങ്ങി. പ്രമുഖ വ്യക്തികളുടെ നീണ്ട നിര എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായി. ഒപ്പം കേന്ദ്രമന്ത്രിസഭയിലെ മറ്റ് പ്രമുഖർ, BJPയുടെ ദേശീയ നേതാക്കന്മാർ, ഉപാധ്യക്ഷന്മാരും ഒപ്പം ദേശീയ ജനറൽ സെക്രട്ടറിമാരും വേദിയിലുണ്ടായി. BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെയാണ് വേദിയിൽ. ഒപ്പം നിറഞ്ഞു കവിഞ്ഞു രാംലീല മൈതാനി. നമുക്കറിയാം ഡൽഹിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഒത്തുചേരാൻ കഴിയുന്ന മൈതാനമാണ്. നിരവധി ചരിത്രപരമായ പോരാട്ടങ്ങൾക്കും നവരാത്രി കാലത്ത് രാംലീല ആഘോഷങ്ങൾക്കും ഒക്കെ വേദിയാകുന്ന ഈ വളരെ പ്രാധാന്യം നിറഞ്ഞ ഈ മൈതാനി നിറഞ്ഞു കവിഞ്ഞുള്ള ആൾക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് പ്രവർത്തകരെ സാക്ഷി നിർത്തിയാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. ഇനിയും വകുപ്പ് വിഭജനമുണ്ട്. ഇപ്പോൾ 6 മന്ത്രിമാരും ഒപ്പം മുഖ്യമന്ത്രിയുമാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ ക്യാബിനറ്റ് മന്ത്രിമാർ ഒപ്പം ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മ എത്തും. അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ
പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രവേശ് വർമ്മ ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, ഒപ്പം തന്നെ ഗൗതം, വളരെ മധുരകരമായ ഒരു പകരം വീട്ടൽ കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സ്പീക്കർ പദവിയിലേക്ക് വിജേന്ദർ ഗുപ്ത എത്തുകയാണ്. നേരത്തെ 67 MLA-മാരുടെ വലിയ പിൻബലത്തോടെ AAP ആപ്പ് അവിടെ ഭരിച്ചിരുന്ന സമയത്ത് നിയമസഭയിൽ നിന്നും ആ നിയമസഭാ ഹാളിൽ നിന്നും വലിച്ചിഴക്കപ്പെട്ട വിജേന്ദർ ഗുപ്തയുടെ ആ ചിത്രം, ആ ദൃശ്യങ്ങൾ ഇപ്പോഴും BJP-യുടെ മനസ്സിൽ, അതുപോലെ ഡൽഹി നിവാസികളുടെ മനസ്സിൽ എല്ലാമുണ്ട്. ആ വിജേന്ദർ ഗുപ്ത നിയമസഭാ സ്പീക്കറായി ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ ഇത് മധുരതരമായ ഒരു പകരം വീട്ടൽ കൂടിയല്ലേ? നീലിമ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നീലിമ പറഞ്ഞതുപോലെ BJP-ക്ക് വലിയൊരു തിരിച്ചടി അന്ന് 2020 ഉണ്ടായിരുന്നു. കാരണം 70-അംഗ ഡൽഹി നിയമസഭയിൽ കേവലം 3 സീറ്റിൽ മാത്രമാണ് അന്ന് BJP വിജയിച്ചത്. അതിലൊരാൾ വിജേന്ദ്ര ഗുപ്തയായിരുന്നു. കാരണം വിജേന്ദ്ര ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പരാജയപ്പെടുന്ന ഘട്ടത്തിൽ പോലും BJP-ക്ക് അനുകൂലമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും 2015-ലും 2020-ലും അദ്ദേഹം തൻ്റെ മണ്ഡലമായ രോഹിണിയിൽ നിന്നും വിജയിച്ചു. ഒപ്പം പ്രതിപക്ഷ നേതാവായി നിന്ന് ആദ്യം 2015-ൽ കേവലം 3 MLA-മാർ മാത്രമാണ് BJP-ക്ക് ഉണ്ടായത്. 2020-ലേക്ക് എത്തുമ്പോൾ അത് 8 MLA-മാരായി ഉയർന്നിരുന്നു. എങ്കിൽ പോലും 10 അംഗം തികച്ചുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള വളരെ ചെറിയ ഒരു MLA-മാരുടെ കൂട്ടത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തിനെതിരെ വലിയ പോരാട്ടം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ നേതാവാണ് വിജേന്ദർ ഗുപ്ത എന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് വളരെ അർഹമായ ഒരു പദവി ഇപ്പോൾ ഈ മന്ത്രിസഭാ കാലത്ത് അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് നൽകുകയാണ്. അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ്. പ്രതിപക്ഷ നേതാവായും അതോടൊപ്പം തന്നെ BJP-യുടെ കക്ഷി നേതാവായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. ഈ ഒരു അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമസഭയെ നിയന്ത്രിക്കുക എന്ന ചുമതലയാണ് വിജേന്ദർ ഗുപ്തയ്ക്ക് മുന്നിലേക്കുള്ളത്. അതിനാൽ അതിശക്തമായ ഒരു ഭരണ സാരഥ്യമാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. രേഖാ ഗുപ്തയ്ക്കൊപ്പം 6 പേർ കൂടി 6 ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങൾ ഡൽഹിയിൽ വികസനത്തെ മുന്നോട്ട് നയിക്കാൻ, ഈ ലോകത്തെ തന്നെ രാജ്യതലസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നായി ഡൽഹിയെ വാർത്തെടുക്കുമെന്നാണ് BJP ഉറപ്പു നൽകിയിരിക്കുന്നത്. ആ വാഗ്ദാനങ്ങളിലേക്ക് BJP അനുദിനം മുന്നേറാൻ പോകുകയാണ്.